ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ നേരൊഴികെയുള്ള ഡങ്കി, സലാർ എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും കേരള ബോക്സ് ഓഫീസിലെ വിജയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുമാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഷാറുഖ് ഖാൻ നായകനെത്തിയ രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത തിയേറ്ററുകളിലെ ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ ഏറ്റവും പുതിയ പതിവ് പോലുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പോസ്റ്റർ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 5 ദിവസങ്ങൾ കൊണ്ട് 256 കോടി 40 ലക്ഷമാണ് സിനിമ ലോകമെമ്പാടും നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ക്രിസ്മസ് ദിനത്തിൽ ഞായറാഴ്ചയേക്കാൾ താഴെയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. 40 കോടിയോളമായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ. എങ്കിൽ പോലും മികച്ചൊരു കളക്ഷൻ 5 ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. SRK നായകനെ എത്തിയ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 2 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ഡങ്കിയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഡങ്കിയോടൊപ്പം വമ്പൻ ക്ലാഷ് റിലീസായിട്ട് എത്തിയ മറ്റൊരു വമ്പൻ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ തെലുഗു സിനിമ കൂടിയായ സലാർ. പ്രഭാസന നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത നമ്മുടെ പൃഥ്വിരാജ് എല്ലാം തന്നെ ഭാഗമായ ഹോംബാലെ ഫിലിംസിന്റെ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തവണ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ അല്ല പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ കളക്ഷൻ തള്ളു കളക്ഷൻ ആണ് എന്നൊരു പ്രചാരണം ഇതിനോടകം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ 4ാം ദിവസത്തെ കളക്ഷൻ വരാത്തത് കൊണ്ട് തന്നെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 450 കോടിയോളം രൂപയാണ്. അതേസമയം ഇന്നലെ സിനിമയുടെ ഒഫീഷ്യൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് 402 കോടി 3 ദിവസങ്ങൾ കൊണ്ട് കളക്ഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞായിരുന്നു. അതേസമയം കേരള കളക്ഷനായിട്ട് ഇന്നലെ ക്രിസ്മസ് ദിനത്തിൽ 1 കോടി 80 ലക്ഷമാണ് സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. വേൾഡ് വൈഡ് കളക്ഷൻ 11 കോടി 34 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് ഡീസന്റ് തുടക്കം കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രം കേരളത്തിൽ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ 15 കോടി നേടിയെടുക്കണം എന്നൊരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതെന്തായാലും അടുത്ത ദിവസങ്ങളിൽ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ സലാർ വാർത്തകൾ കേട്ടാം. അങ്ങനെ കേരള ബോക്സ് ഓഫീസിലെ ക്രിസ്മസ് വിജയി തിരഞ്ഞെടുക്കാൻ സമയമായിരിക്കുകയാണല്ലോ. ആദ്യ 5 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ കേരളത്തിൽ റിലീസ് ചെയ്ത മറ്റ് 2 അന്യഭാഷാ സിനിമകളെയും പിന്തള്ളി നേര് എന്ന ലോ ബഡ്ജറ്റ് കോർട്ട് റൂം ഡ്രാമ സിനിമ ക്രിസ്മസ് വിന്നറായിട്ട് മാറിയിരിക്കുകയാണ്. നിലവിൽ 16 കോടിയോളം രൂപയാണ് സിനിമയുടെ 5 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്നൊരിക്കലും സലാർ എന്ന സിനിമയ്ക്ക് നേരിന്റെ ഫൈനൽ കളക്ഷനെ മറികടക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സലാറിന്റെ റിലീസ് മാറ്റിയ തക്കം നോക്കി അതേ റിലീസ് സ്ഥിതി ചാർട്ട് ചെയ്ത മറ്റ് പല മലയാളം സിനിമകൾ ഉള്ളപ്പോഴാണ് അതേ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് സലാറിനോടൊപ്പം ഒരു ലോ ബഡ്ജറ്റ് സിനിമ ഇറന്നിട്ട് പോലും ലാലേട്ടൻ്റെ സിനിമ ക്ലാഷ് റിലീസുമായിട്ട് എത്തിയത്. എന്തിനാ ലാലേട്ട സലാറിനോടൊത്ത് ക്ലാഷ് റിലീസ് വയ്ക്കുന്നു എന്നൊരു ചോദ്യമെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ പലരും ഉയർത്തിയെങ്കിൽ പോലും ഇപ്പോഴത്തെ അവർക്കെല്ലാം തന്നെ ലാലേട്ടനും സിനിമയുടെ അണിയറ പ്രവർത്തകരും മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നേരിന്റെ ഈ ഒരു ക്ലാഷ് റിലീസ് വയ്ക്കാനുള്ള ധൈര്യം മറ്റ് മലയാളം സിനിമകൾക്കും തുടർന്നും ഉണ്ടാകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കാരണം അന്യഭാഷയിലെ വമ്പൻ സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ഒരൊറ്റ മലയാളം സിനിമകൾ പോലും മുന്നോട്ട് ക്ലാഷ് റിലീസുമായിട്ട് വരാറില്ല. അവിടെയാണ് നേര് എന്ന സിനിമ ക്രിസ്മസ് നാളുകളിൽ ഇപ്പോഴത്തെ ക്ലാഷ് റിലീസായിട്ട് എത്തി ക്രിസ്മസ് വിന്നറായി മാറിയിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ നേര് വാർത്തകൾ കേട്ടാം.